ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ എനിക്ക് 5 കേക്കിൻ്റെ ഒക്കെ ഒരു ഓർഡറുള്ള ദിവസത്തെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ 5 കേക്കിൻ്റെ ഓർഡറൊക്കെ ഒരു ദിവസം 5 കേക്ക് ഓർഡർ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതിന് തുടങ്ങിയിട്ട്. എനിക്ക് 2 കിട്ടിയിരിക്കണമെന്നല്ലാതെ 5 കേക്കിൻ്റെ ഓർഡറൊന്നും ഒരുമിച്ച് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 5 കേക്ക് ഒരുമിച്ച് നമുക്ക് തലേന്നൊന്നും ഓർഡർ കിട്ടിയ കേക്കായിരുന്നില്ല. തലേന്ന് 2 കേക്കിൻ്റെ ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴാണ്, രാവിലെ വൈകുന്നേരമൊക്കെയാണ് കേക്കിന് പിന്നുള്ള ഓർഡറുകളൊക്കെ കിട്ടിയത്. അപ്പോൾ രാത്രി അതിന് മുൻകൂട്ടി കിട്ടിയ കേക്കിന് എൻ്റെ കേക്കൊക്കെ ഒന്ന് വേവിച്ച് ഇട്ടാണ് കിടന്നത്. പിറ്റേന്ന് എഴുന്നേറ്റിട്ട് രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതൊന്ന് കേക്ക് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കടിയാൻ ഓട്ടര ഉണ്ടാക്കിയിട്ടുള്ളത്, അതിക്ക് വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഇറച്ചി വെക്കുകയാണല്ലോ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടി, 2 ഉള്ളികൾ ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് കാണാൻ കേട്ടോ വേവിച്ചിട്ടുള്ളത്. കിഴങ്ങും അരിഞ്ഞിട്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്കൊരു മല്ലിച്ചപ്പും കൂടി അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. മല്ലിച്ചപ്പും ഇതുപോലെ പാത്രത്തിൽ അടച്ച് വെച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചയിലേറെയൊക്കെ കൂടുതൽ ഇത് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ കറിക്കിൽ അടുപ്പത്ത് വെച്ചപ്പോൾ കുക്കറിന് വിസിൽ പുറത്ത് കൂടെ 2 കൊണ്ട്, അപ്പോൾ അത് വാഷർ ഊരിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് ശരിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, ഓട്ടടയൊക്കെ ഉള്ളത്. ഓട്ടടയൊക്കെ ചുട്ടെടുത്ത് അപ്പോൾ കറിയൊക്കെ ആയി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് വേണ്ടി ഞാൻ ചക്കക്കൂട്ടാനും മത്തിക്കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കേക്കൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ക്വയർ കേക്ക് ഉണ്ടായിരുന്നു ചെയ്തെടുക്കാൻ. ബാക്കിയൊക്കെ പിന്നെ നമ്മളെ റൗണ്ട് തന്നെയായിരുന്നു കേട്ടോ കേക്ക്. പിന്നെ ഇത് പെട്ടെന്ന് ഒരു 4 മണിക്കൊക്കെ വിളിച്ചിട്ട് 6 മണിയാകുമ്പോൾ കേക്ക് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വാനില കേക്ക് വേണം കേട്ടോ, സാധാരണ നോർമൽ കേക്ക് മാത്രമാണ്, ഫില്ലിങ്ങിലൊന്നും ഇല്ലാത്തൊരു കേക്കാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കേക്കാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കരുത്, പെട്ടെന്ന് തന്നെ ചൂടാറാനും കൂടി ടൈമില്ല. കേക്ക് വേവിച്ചെടുത്ത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അപ്പം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവച്ചേക്കായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം. ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും കേട്ടോ, നിങ്ങൾക്ക് ഇതിനൊക്കെ ഇടുന്ന സമയം പണിയല്ലേ, പാത്രം കഴുകാനൊക്കെ ഒരുപാടാകൂലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പണിയെടുക്കാതെ നമുക്ക് ആരും പൈസ കൊണ്ടുവന്ന് തരൂലല്ലോ. പണിയെടുത്തെങ്കിൽ തന്നെ പൈസ കിട്ടുള്ളൂ, വെറുതെ ആരും നമുക്ക് പൈസ കൊണ്ടുവന്ന് തരൂലല്ലോ. പിന്നെ ടൈമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലാ കേക്കിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ചില കേക്കൊക്കെ പെട്ടെന്ന് വന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അതിന് ഫോട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഴയായി ഭാവികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളടയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. ഭാവികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളടയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി ഭാഗ്യം. ഈ കേക്ക് നമുക്ക് ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. അതൊക്കെ ഫസ്റ്റ് കോട്ടും ഫൈനൽ കോട്ടൊക്കെ അങ്ങനെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. വെച്ചേക്കാനാണ്, ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ ഞാൻ.
പിന്നെ ഓരോ കേക്കും പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്. നമ്മൾ പണിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ പണിയൊക്കെ ചെയ്തതിന് രാത്രി 9 മണിക്കൊക്കെ കൊടുത്താൽ മതി എന്ന് തന്നെ കേക്കുകളായിരുന്നു. 2 കേക്കും പിന്നെ ഒരു കേക്ക് ഒരു 10 മണിക്ക് ഒക്കെ, അങ്ങനെ 3 കേക്ക് അങ്ങനെ രാത്രിയിലായിരുന്നു കേട്ടോ കൊടുക്കാനുണ്ടായിരുന്നത്. അതൊരു കേക്കൊക്കെ മരുവിൻ്റെ ബാങ്കൊക്കെ കൊടുത്തിട്ടാണ് നമുക്കൊരു വന്നിട്ടുണ്ടായിരുന്നത്. 1/2 കിലോൻ്റെ ഒരു കേക്ക്. ഒരു വൈകുന്നേരം മക്കൾക്ക് ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോതമ്പ് ചോറ് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് നെയ്യിലിട്ടോ തൂമിച്ചെടുക്കൂല, അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മളെ കേക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളെ കമൻറ്റ് ഒന്ന് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യണേ. 2 കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡിസൈനൊക്കെ ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ രാവിലെ കൊടുത്ത കേക്കായിരുന്നു കേട്ടോ അത്.